അന്തോണിച്ചന്റെ ബി.ജെ.പി. മോൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എൻ.ഡി.എ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ അതിലൊന്നും അന്തോണിച്ചന്റെ മകന് ഇടമില്ല. അതിനെക്കുറിച്ച് അന്തോണിച്ചന്റെ മകൻ തന്നെ സത്യാവസ്ഥ മനസ്സിലാക്കി യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞു. ഇന്ന് 140 മണ്ഡലങ്ങളിലും എൻ.ഡി.എ വളരെ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അതെ, എൻ.ഡി.എ കേരളത്തിൽ 140 മണ്ഡലത്തിലും നല്ല സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. കൃത്യം. അതിനർത്ഥം ഞാൻ ഒരു മരപ്പാഴാണ്, ഞാൻ ഒരു നല്ല സ്ഥാനാർത്ഥിയല്ല എന്ന് അവരും മനസ്സിലാക്കി, ഞാനും മനസ്സിലാക്കി എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം തന്നെ മൈക്കിൻ്റെ മുന്നിൽ പറയുമ്പോൾ നമ്മളത് അംഗീകരിക്കേണ്ടതുണ്ട്. സ്വയം ഒരു മരപ്പാഴായതുകൊണ്ട് നീ മത്സരിക്കേണ്ട, മത്സരിച്ചിട്ട് ഒരു കാര്യമില്ല, നീ വായിക്കാത്ത നാവും വെച്ചുകൊണ്ട് എവിടെയെങ്കിലും പോയിരുന്നാൽ മതി, അത്രമാത്രം വെറും ബനാനയാണെന്ന് ബി.ജെ.പിക്കാർ കഴിഞ്ഞ കുറച്ചു വർഷം കൊണ്ട് മനസ്സിലാക്കി മൂലക്കിരുത്തിയിരിക്കുകയായിരുന്നു. ഇന്നാണ് എവിടെന്നോ കയറും പൊട്ടിച്ച് നേരെ വന്നിരുന്ന് കേരളത്തെക്കുറിച്ച് 2 വാചക കസർത്ത് അടിക്കാൻ വന്നു. അതിനിടയിൽ ഗംഭീര പ്രവചനം കൂടി നടത്തി. താങ്കളത് പറഞ്ഞാൽ പോരാടെ. ബി.ജെ.പിയുടെയും എൻ.ഡി.എയുടെയും കേരള ചരിത്രത്തിലെ ഏറ്റവും നല്ല പ്രകടനമാണ് അവിടെ വരാൻ പോകുന്നത്. മിനിമം ഒരു 30 സീറ്റെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട്. മിനിമം ഒരു 30 സീറ്റെങ്കിലും നമ്മൾ വിജയത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. കേട്ടില്ലേ, 30 സീറ്റ് പിടിക്കും അത്ര. കഴിഞ്ഞ തവണ ഉള്ളിസുരയായിരുന്നു 35 സീറ്റ് പിടിക്കും, ഞങ്ങൾ ഭരിക്കും എന്നുള്ളത്. ഉള്ളിസുരയ്ക്ക് ശേഷം ആര് എന്ന് ചോദിക്കുമ്പോൾ ആളുണ്ട്. അത് അന്തോണിച്ചന്റെ പുത്രൻ. ഈ മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കില്ലെന്ന് പറയുന്നത് കൃത്യമാണ്. മുള്ളിന്റെ മൂട്ടിൽ മുള്ളേ കുരുക്കുള്ളൂ. അന്ന് മനോരമയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അന്തോണിച്ചൻ കേന്ദ്രത്തിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ വലിയ ആളായി മാറി. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ മക്കളെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ബി.ജെ.പിക്ക് സംഭാവന ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം കെ സുധാകരനെ അനുനയിപ്പിച്ച് ബി.ജെ.പിയിൽ നിർത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. കുടുംബത്തിനകത്ത് സ്വന്തം മോനെ അനുനയിപ്പിച്ച് കോൺഗ്രസിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് ശേഷിയില്ല. പക്ഷേ കെ സുധാകരനെ പറഞ്ഞ് അനുനയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട വ്യക്തിക്ക് ഇത്രയും ദിവസമായിട്ട് ഈ മണ്ടരി പോയ മോനെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിടാ, കോൺഗ്രസ് വരാൻ പോകണമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്, നീ വരണമെന്ന് പറഞ്ഞ് പാർട്ടിയിലേക്ക് ഉപദേശിച്ച് മടക്കി കൊണ്ടുവരാൻ പോലും പറ്റാതെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരെല്ലാം ബി.ജെ.പിക്ക് യുവത്വത്തെ സംഭാവന ചെയ്തുകൊണ്ട് അവർ തന്നെ ഈ നാട്ടിൽ പ്രഖ്യാപിക്കുന്നു കോൺഗ്രസിന് ഇനി ബാല്യമില്ല എന്നുള്ള കാര്യം. എന്നിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വീണ്ടും വന്നു നിന്ന് കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കുമെന്ന് പറയുന്ന അവരുടെ തലമുതിർന്ന നേതാവിൻ്റെ മകനെയൊക്കെ കണ്ടിട്ട് ഈ നാട്ടിലെ മതേതര വിശ്വാസികളായിട്ടുള്ള ന്യൂനപക്ഷക്കാർക്കെല്ലാം പിന്നെയും ആന്റണിയെയും കോൺഗ്രസിനെയാണ് വിശ്വാസം എന്ന് പറഞ്ഞെങ്കിൽ നേരത്തെ പറയുന്ന പോലെ നിങ്ങളെ പടച്ചോന് പോലും രക്ഷിക്കാൻ പറ്റില്ല. കാര്യം ആന്റണിയുടെ മോൻ്റെ അത്ര ബുദ്ധി പോലും നിങ്ങൾക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് കേരളം മനസ്സിലാക്കുന്നത്.